ഹലോ, ഇന്ന് ഞാനൊരു ചെടി നടുന്നതിൻ്റെ വീഡിയോയാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ചെടിയാണ്. കണ്ടോ, പേട്രിയ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. സാൻഡ് പേപ്പർ വൈൻ എന്നും കൂടി ഇതിനൊരു പേരുണ്ട്. ഇതിൻ്റെ പൂക്കൾ കാണാൻ വളരെ ഭംഗിയാണ്. നല്ല ഒരു ബ്ലൂ കളറിനൊരു വയലറ്റ് കളറ്. അത് ഇനി കുറച്ച് കഴിയുമ്പോഴത്തേനും ഒരു വൈറ്റ് കളറിലേക്ക് മാറും. എന്തായാലും കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട്. നല്ല കൊലകൾ പോലെ പൂക്കുന്ന ഒരു ചെടിയാണ്. അതിന് പ്രത്യേകിച്ച് സീസണൊന്നുമില്ല. നല്ല വെയിൽ അത്യാവശ്യമുള്ളൊരു ചെടിയാണ്. പൂക്കാൻ തുടങ്ങിയ നന്നായിട്ട് പൂക്കളുണ്ടാവും. ഞാൻ ഇതിൻ്റെ ഒരു ചെറിയ തൈ വാങ്ങി വെക്കണമെന്ന് കുറേ ആയിട്ട് ആലോചിച്ചിരുന്നു. ഓൺലൈനിലൊക്കെ ഞാനിത് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞങ്ങളുടെ അടുത്തുള്ള ചെടിക്കടയിൽ ഇതുപോലെ വലിയ ഒരു ചെടി വന്നിരുന്നു. ഇപ്പോൾ 2-3 ചെടികളേ ഉള്ളായിരുന്നു. ഞാൻ ഇടയ്ക്ക് അവിടെ ചെന്നപ്പം അത് കണ്ടുവച്ച് വാങ്ങിക്കൊണ്ട് വെച്ചിട്ട് 2-3 ആഴ്ചയായി. ഇന്നാണ് വെക്കാൻ എനിക്ക് സമയം കിട്ടിയ. കുറച്ച് തിരക്കിലായിരുന്നു. എന്നാലും ഇവിടെ കുറച്ച് വെയിൽ കിട്ടുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഇവിടേക്ക് വെക്കാവുന്ന കരുതിയാണ്. അത്യാവശ്യം ഞാൻ നേരത്തെ അവിടെ ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് കാരണം കുറച്ച് മണലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വേണം ഒരു കുഴി എടുക്കാനായിട്ട്. ഇത് ഞാൻ അന്ന് മണ്ണിടാൻ നേരത്ത് പ്ലാസ്റ്റിക് വിരിച്ച ആ കാര്യം ഞാൻ പെട്ടെന്ന് ഓർത്തില്ല. എന്തായാലും ഞാനത് കത്രിക എടുത്തുകൊണ്ടൊന്ന് കട്ട് ചെയ്യണം. ചെടിച്ചട്ടിയൊക്കെ ഒന്ന് മാറ്റി ഒരു വഴി ഉണ്ടാക്കിയിട്ട് ബാക്കി കാര്യം ചെയ്യാം. എല്ലാം അലങ്കോലപ്പെട്ടാണ് എൻ്റെ ഗാർഡൻ ഇപ്പോൾ ഇരിക്കുന്നത്. എൻ്റെ സമയക്കുറവ് കൊണ്ടൊന്ന് വൃത്തിയാക്കി വേറൊരു വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല എനിക്ക്. എന്തായാലും താമസിക്കാതെ ഞാൻ ഇടും. ഇന്നിപ്പോൾ ഈ ചെടി കുഴിച്ച് വെക്കുന്നൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. പുല്ലൊന്നും പിടിക്കാതിരിക്കാനായിട്ടന്ന് പ്ലാസ്റ്റിക് ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിരുന്നു ആ ചിപ്സ് ഇട്ടിരുന്നത്. അപ്പോൾ വെയിൽ നന്നായിട്ട് കിട്ടുന്ന ഒരു സ്ഥലമായതുകൊണ്ടാണ് ഞാൻ അവിടേക്ക് അത് വയ്ക്കുന്നത്. പിന്നീട് നമുക്കത് കുറേ പടരുന്ന ഒരു ചെടിയാണ്. വള്ളിയായിട്ട് മുകളിൽ കുറച്ച് നന്നായിട്ട് എന്തെങ്കിലും ഷെയ്ഡൊക്കെ കൊടുത്ത് നന്നായിട്ടത് കയറ്റി വിടണമെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പം ചെടി നട്ടിരിക്കുന്ന ആ ഏരിയയിലൊക്കെ കുറേ പാറയൊക്കെ ഉള്ള ഭാഗമായിരുന്നു. നേരത്തെ അവിടെ പുല്ലൊക്കെ പിടിപ്പിച്ചതൊക്കെ നശിച്ച് പോയായിരുന്നു. പാറ കാരണം വെള്ളം കെട്ടി. എന്നാലും ഇപ്പോൾ കുഴിയെടുത്തിടത്ത് വലിയ പ്രശ്നമില്ല. വലിയ ചെടിയായതുകൊണ്ട് നന്ന ആഴത്തിലുള്ള കുഴി വേണമല്ലോ. കുറച്ചും കൂടെ താക്കാമെന്ന് വിചാരിച്ചു. വളവും കൂടി ഇടുമ്പം കുറച്ചുകൂടെ കുഴിക്ക് ആഴം വേണമല്ലോ. അത്യാവശ്യം അടിവളവും കൂടെ കൊടുത്തിട്ട് ചെടി വെക്കാവുന്ന കരുതിയാണ്. ആവശ്യത്തിനുള്ള കുഴിയായിട്ടുണ്ട്. ഞാൻ അതിനായിട്ട് കുറച്ച് വളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും അതോടൊപ്പം കുറച്ച് എല്ലുപൊടിയും കൂടെ ഒക്കെ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ച് കുമ്മായം കൂടി ഇടാവുന്ന കരുതിയാണ്. എന്തെങ്കിലും ഫംഗസ് ഉണ്ടെങ്കിൽ അതെങ്കിലുമൊക്കെ മാറിക്കിട്ടിക്കോളും. ഞാൻ കുമ്മായത്തിന് പകരം ചിലപ്പോൾ സാഫും ചേർക്കാറുണ്ട്. ഏറ്റവും അടിയിലായിട്ട് കുറച്ച് വളമിട്ടിട്ട് ഇനി കുറച്ച് മണ്ണും കൂടി
കുറച്ച് മണ്ണൂടെ മുകളിലിട്ടേക്കാം, അല്ലെങ്കിൽ വേര് വളത്തിനകത്ത് മുട്ടിയെങ്ങാനും കരിഞ്ഞു പോയെങ്കിലോ. മൊബൈൽ കൈ പിടിച്ച് കട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ചെറിയൊരു ബുദ്ധിമുട്ട്. നല്ലതായിട്ട് വേരൊക്കെ വന്നിട്ടുള്ളൊരു ചെടിയാണ്. താഴേക്കൂടെ വേരിറങ്ങിയിട്ടുണ്ട്. ചെറിയ ചെടിയാകുമ്പോൾ നമ്മൾ ഒത്തിരി കാത്തിരിക്കേണ്ട പൂക്കളുണ്ടായി കാണാനായത്. ഇപ്പോൾ ഇത്രയും വലിയൊരു ചെടി ആയതുകൊണ്ട് പെട്ടെന്ന് പൂക്കും. പൂക്കാറായിട്ടുണ്ട് ഏകദേശം. എന്തായാലും പൂക്കളായി കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇടാം കേട്ടോ. ഇപ്പോൾ മണ്ണൊക്കെ വളം ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെടി അതിലേക്ക് ഇറക്കി വയ്ക്കാം. എൻ്റെ കുറച്ചൊന്ന് മണ്ണൊന്ന് പൊട്ടിച്ചേച്ച്, മണ്ണൊന്നും വലിയ കട്ടിയായിട്ടില്ല. ഞാനത് കൊണ്ടുവന്നപ്പോൾ ഈയിടെ 2 ദിവസം നമുക്കൊരു മഴ കിട്ടിയല്ലോ, അപ്പം പുറത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് കുറച്ച് മണ്ണൊക്കെ കട്ടി കുറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും സപ്പോർട്ട് ഒരു കമ്പി കൊടുക്കണമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത്രയും പൊങ്ങിയതല്ലേ കാറ്റടിച്ച് പോയെങ്കിലോ. ഇത് പച്ചക്കറിയൊക്കെ ടെറസിൻ്റെ മാടെ നടാനായിട്ട് നട്ടപ്പോൾ കയറ്റി വിടാനായിട്ട് വെച്ച കമ്പിയാണ്. അതൊക്കെ ഇളകിപ്പോയി. അപ്പോൾ പച്ചക്കറി നട്ടിട്ട് കുറച്ചായി. എന്തായാലും അതൊന്ന് നന്നായിട്ട് ഉറപ്പിക്കണം. കുറച്ചും കൂടെ ഒന്ന് താഴ്ത്തി വയ്ക്കാം. ഇനി അത് നമുക്കൊന്ന് പിടിച്ച് കെട്ടി വയ്ക്കാം. 2 സൈഡിലേക്കായിട്ട് കിടക്കുക. അപ്പം എല്ലാം പിടിച്ച് കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഇലയിൽ തൊട്ട് നോക്കിയാലറിയാം, സാൻഡ് പേപ്പർ എന്ന് പറയുന്ന പോലെ അതിൻ്റെ പുറത്ത് നല്ലൊരു റഫ്നെസ്സാണ്. കുറച്ച് വെള്ളമൊക്കെ കൂടി ഒഴിച്ചിടുക. മഴ വരാൻ ചാൻസ് ഉണ്ട്, നല്ല മഴക്കാറ് കയറിയിട്ടുണ്ടെങ്കിലും ചെടി വെച്ച് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണമല്ലോ. ഇതാ എന്നേക്കാൾ പൊക്കമുള്ള ചെടിയാണ്. എന്തായാലും അധികം താമസിക്കാതെ പൂക്കളുണ്ടാവും. അപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തിടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത ഗാർഡൻ സെറ്റ് ചെയ്യുന്ന നല്ലൊരു ഐഡിയയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.